ഇന്ത്യൻ മധ്യവർഗത്തിന്റെ വരുമാനത്തിലും ഉപഭോഗത്തിലും കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി തുടർന്നു വരുന്ന ഗണ്യമായ ഇടിവ് സാമ്പത്തിക വളർച്ച സംബന്ധിച്ച മോദി സർക്കാരിന്റെ അവകാശവാദങ്ങളും ആഖ്യാനങ്ങളും അടിസ്ഥാനരഹിതവും ജനങ്ങളെ കബളിപ്പിക്കാൻ ലക്ഷ്യം വെച്ചുള്ളതാണ് എന്ന് നമുക്ക് കിട്ടുന്ന വസ്തുതാ വിവര കണക്കുകൾ വ്യക്തമാക്കുന്ന കാര്യമാണ്. വിപണിയിൽ വേഗത്തിൽ വിറ്റഴിയുന്ന ഉപഭോഗ വസ്തുക്കൾ വിറ്റഴിയാതെ കെട്ടിക്കിടക്കുകയോ വിൽപ്പനയിൽ ഗണ്യമായ ഇടിവ് നേരിടുകയോ ചെയ്യുന്നതായി പ്രമുഖ കമ്പനികൾ പുറത്തുവിട്ട കണക്കുകൾ പറയുന്നുമുണ്ട്. ഇന്ത്യയിലെ മുൻനിര FMCG കമ്പനിയായ നെസ്ലയുടെ CMD സുരേഷ് നാരായണൻ തന്റെ കമ്പനി നഗര മേഖലകളിൽ നേരിടുന്ന വിൽപ്പന സ്തംഭനത്തെ ഇന്ത്യൻ മധ്യവർഗത്തിനെ വാങ്ങാനുള്ള കഴിവിന്റെ ഇടിവായി വിശേഷിപ്പിക്കുകയാണ്. കഴിഞ്ഞ നിരവധി ത്രൈമാസങ്ങളിൽ ഈ സ്തംഭനാവസ്ഥ തുടരുന്നത് മധ്യവർഗ ശോഷണത്തെയാണ് അടയാളപ്പെടുത്തുന്നതെന്നും നെസ്ലെ വിലയിരുത്തുന്നുണ്ട്. ഇത് ഏതെങ്കിലും ഒരു കമ്പനിയെ മാത്രം ബാധിക്കുന്ന ഒറ്റപ്പെട്ട പ്രതിഭാസമല്ല എന്ന് കഴിഞ്ഞ കൊല്ലം തന്നെ ഏഷ്യൻ പെയിന്റ്സിന്റെ CEO നടത്തിയ വെളിപ്പെടുത്തൽ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. പിന്നീട് അദ്ദേഹം തിരുത്തിയിട്ടുണ്ടെങ്കിലും മൊത്തം ദേശീയ വരുമാനം സംബന്ധിച്ച ഔദ്യോഗിക കണക്കുകളിൽ അദ്ദേഹം അവിശ്വാസം പ്രകടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. രാജ്യത്തെ കാർ വിൽപ്പനക്കാരുടെ പക്കൽ 86,000 കോടി രൂപ വില വരുന്ന 7 ലക്ഷം കാറുകൾ വിറ്റഴിയാതെ കെട്ടിക്കിടക്കുന്നതായാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. മുമ്പുള്ള കൊല്ലത്തേക്കാൾ അത് 75% കൂടുതൽ കാറുകളാണ് ഇത്തരത്തിൽ കെട്ടിക്കിടക്കുന്നത്. വാണിജ്യ വാഹനങ്ങളുടെ വിൽപ്പനയിലും മുമ്പുള്ള കൊല്ലത്തേക്കാൾ 46% ഇടിവ് സംഭവിച്ചിട്ടുണ്ടായിരുന്നു. ഇരുചക്ര വാഹനങ്ങളുടെ വിൽപ്പന തെല്ല് മെച്ചപ്പെട്ടിട്ടുണ്ടെങ്കിലും 2018 നിലയിൽ എത്താൻ ഇനിയും ഒരുപാട് ദൂരം സഞ്ചരിക്കേണ്ടതായി വരും. ഇന്ത്യൻ മധ്യവർഗം കൂടുതൽ സമൃദ്ധി കൈവരിക്കുകയാണ്. കാരണം അവർ സാധാരണ യാത്രക്കാറുകൾക്ക് പകരം SUV-കൾ ഉപയോഗിക്കാൻ തുടങ്ങിയതാണ് കാർ വിൽപ്പനയ്ക്ക് തിരിച്ചടിയായത് എന്ന് മോദി പ്രവാചകരുടെ വാദം മാരുതി ഉദ്योग ലിമിറ്റഡിന്റെ ചെയർമാൻ RC ഭാർഗവ് പുച്ഛിച്ച് തള്ളിക്കളയുകയാണ്. GDP വളർച്ച 7% മുകളിൽ എത്തുമെന്നുള്ള പ്രവചനം നിലനിൽക്കെ ഉപഭോഗ വളർച്ച 3.5% ഒതുങ്ങുന്നത് ദുരൂഹവും സാമ്പത്തിക ശാസ്ത്രത്തിനെ വിശദീകരിക്കാൻ കഴിയാത്ത വിധം വൈരുദ്ധ്യവും നിറഞ്ഞതുമാണ്. GDP വളർച്ചയെ സംബന്ധിച്ച ഔദ്യോഗിക അവകാശവാദങ്ങൾ അതിശയോക്തിപരമാണ് എന്നുള്ള ധാരണയ്ക്ക് ബലം പകരുകയാണ് ഈ കണക്കുകൾ. ഈ പശ്ചാത്തലത്തിൽ വേണം 2047 ആകുമ്പോഴേക്കും ഇന്ത്യയെ വികസിത സമ്പദ്ഘടനയാക്കി മാറ്റുമെന്നുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വാഗ്ദാനം വിലയിരുത്തപ്പെടേണ്ടത്. ഈ കഴിഞ്ഞ സ്വാതന്ത്ര്യ ദിനത്തിൽ പോലും മോദി ഡൽഹിയിലെ ചുവപ്പ് കോട്ടയിൽ നിന്ന് പ്രഖ്യാപിക്കുകയുണ്ടായിരുന്നു. ഇത് ഇന്ത്യയുടെ സുവർണ യുഗമാണ്. 2047 ഇന്ത്യ വികസിത ഭാരതമായി മാറും. ഇതൊക്കെ വെറും പൊള്ളയായ വാഗ്ദാനം മാത്രമാണ്. കഴിഞ്ഞ കൊല്ലം ഫെബ്രുവരി മുതൽ വികസിത ഭാരതം എന്ന ലക്ഷ്യത്തിന് വേണ്ടി അദ്ദേഹം ജനങ്ങളുമായി നടത്തിക്കൊണ്ടിരിക്കുന്ന വിപുലമായ ജനസമ്പർക്കത്തെ കുറിച്ച് ആശ്ചര്യജനകമായ അവകാശവാദങ്ങൾ അദ്ദേഹം ആവർത്തിച്ച് നിരത്തുന്നുണ്ടായിരുന്നു. ഫെബ്രുവരിയിൽ ഇക്കാര്യത്തിൽ 15 ലക്ഷം പേരുമായി കൂടിയാലോചന നടത്തിയെന്ന് അവകാശപ്പെട്ട നരേന്ദ്രമോദി ഓഗസ്റ്റ് 15 ആകുമ്പോഴേക്കും അത് കോടിക്കണക്കിന് ജനങ്ങളുമായി ഇക്കാര്യത്തിൽ ആശയവിനിമയം നടത്തിയതായി നിർദ്ദേശങ്ങൾ ലഭിച്ചതായി പറഞ്ഞിരിക്കുകയാണ്. എന്നാൽ ഈ കൂടിയാലോചനകളെ പറ്റിയും നിർദ്ദേശങ്ങളെ പറ്റിയും വിവരാവകാശ നിയമപ്രകാരമുള്ള നിരവധി അന്വേഷണങ്ങൾക്ക് പ്രധാനമന്ത്രിയുടെ ഓഫീസിന് യാതൊരു മറുപടിയും നൽകാൻ സാധിക്കുന്നില്ല. അത് വിവരാവകാശ നിയമത്തിന്റെ പരിധിയിൽ വരുന്നില്ല എന്നുള്ള വിചിത്രമായ മറുപടിയാണ് ഓഫീസ് നൽകുന്നത്. രാജ്യത്തിന്റെ ഭാവിയെ സംബന്ധിച്ച് പ്രധാനമന്ത്രി നടത്തിയ അതിവിപുലമെന്ന് അവകാശപ്പെടുന്ന കൂടിയാലോചനകളെ പറ്റിയും നിർദ്ദേശങ്ങളെ പറ്റിയും വിവരങ്ങൾ പുറത്തുവിടാൻ പ്രധാനമന്ത്രിയുടെ ഓഫീസ് വിസമ്മതിക്കുന്നത് നിഗൂഢമല്ലെങ്കിൽ അത്തരം യാതൊന്നും നടന്നിട്ടില്ല എന്നത് വേണം നമ്മൾ മനസ്സിലാക്കേണ്ടത്. രാഷ്ട്രത്തെ സംബന്ധിക്കുന്ന തന്ത്രപ്രധാനമായ തീരുമാനങ്ങൾ കൈക്കൊണ്ട അവസരങ്ങളിൽ യാതൊരു കൂടിയാലോചനകളും കൂടാതെ സ്വച്ഛാപരമായ പ്രഖ്യാപനങ്ങളിലൂടെ അവ നടപ്പാക്കുന്ന പതിവാണ് മോദി ഇതുവരെ പിന്തുടർന്നു പോകുന്നത്. നോട്ട് നിരോധനം, മഹാമാരിയുടെ കാലത്തെ ദേശീയ അടച്ചുപൂട്ടൽ തുടങ്ങിയ സുപ്രധാന തീരുമാനങ്ങൾ എല്ലാം തന്നെ അത്തരത്തിലാണ് രാഷ്ട്രത്തിന് മേൽ അടിച്ചേൽപ്പിച്ചിട്ടുള്ളത്. അതിൽ നിന്നും വ്യത്യസ്തമായിരിക്കില്ല വികസിത ഭാരതം എന്ന മോദിയുടെ സങ്കല്പവും എന്നത് ആശങ്ക ശക്തമാണ്. കേന്ദ്ര സർക്കാരിന്റെ മൂലധന ചെലവ് സാമ്പത്തിക വർഷം കഴിയാറാകുമ്പോഴേക്കും ലക്ഷ്യത്തിന്റെ 27% മാത്രമാണ് എന്ന് കണക്കുകൾ പുറത്തു വന്നിട്ടുണ്ട്. ഇനി ലക്ഷ്യത്തിന്റെ 73% പൂർത്തീകരിക്കുക മനുഷ്യ സാധ്യമാണ് എന്ന് മോദിയുടെ ദിവ്യജന്മ അവകാശവാദത്തിൽ വിശ്വസിക്കുന്നവർ ഒഴികെ മറ്റാരും തന്നെ കരുതില്ല. മോദി ഭരണകൂടം വരച്ചു കാട്ടുന്ന രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയെ പറ്റിയുള്ള അരുണാവ ചിത്രം യാഥാർത്ഥ്യങ്ങൾക്ക് നിരക്കുന്നതല്ല എന്ന് ഇന്ത്യൻ മധ്യവർഗത്തെ സംബന്ധിച്ച കണക്കുകളും ആഗോള സംഘടനകൾ പുറത്തുവിടുന്ന പഠനങ്ങളും വ്യക്തമാക്കുന്നുണ്ട്. ഈ പശ്ചാത്തലത്തിൽ ഇന്ത്യയുടെ ഭാവിയെ സംബന്ധിച്ച് മോദി മുന്നോട്ട് വെക്കുന്ന ലക്ഷ്യങ്ങളുടെ യാഥാർത്ഥ്യം അറിയാൻ ജനങ്ങൾക്കുള്ള അവകാശം നിഷേധിക്കുന്നത് ജനാധിപത്യ വിരുദ്ധവും കടുത്ത ജനവഞ്ചനയും തന്നെയാണ്.